بسم الله الرحمن الرحيم. ثم خص به ولم يطلق على غيره تمييزا ولأنه إنما يتحقق بالمباحثة وإدارة الكلام من الجانبين، وغيره قد يتحقق بالتأمل ومطالعة الكتب، ولأنه أكثر العلوم خلافا ونزاعا فيشتد افتقاره إلى الكلام مع المخالفين والرد عليهم. ولأنه لقوة أدلته صار كأنه هو الكلام دون ما عداه من العلوم، كما يقال للأقوى من الكلامين هذا هو الكلام، ولأنه لابتنائه على الأدلة القطعية المؤيد أكثرها بالأدلة السمعية كان أشد العلوم تأثيرا في القلب وتغلغلا فيه، فسمي بالكلام المشتق من الكلم وهو الجرح، وهذا هو كلام القدماء. ومعظم خلافياته مع الفرق الإسلامية خصوصا المعتزلة، ولأنهم أول فرقة أسسوا قواعد الخلاف لما ورد به ظاهر السنة وجرى عليه جماعة الصحابة رضوان الله عليهم. ثم പിന്നെ ഖുസ്സ ബിഹി, ഈ ഇൽമുൽ കലാം എന്ന് ആ കലാം എന്ന പേര് കൊണ്ട് ഇൽമുൽ കലാമിനെ പ്രത്യേകമാക്കപ്പെട്ടു. വലം യുത്ലഖ്, ആ പേര് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല അലാ ഗൈരിഹി, മറ്റ് അറിവുകളുടെ മേൽ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? തമ്മീസൻ, വേർതിരിക്കാൻ വേണ്ടി. അഥവാ ഇൽമുൽ കലാം മറ്റുള്ള ഉലൂമുകളിൽ നിന്നും ഫുനൂനുകളിൽ നിന്നും വേർതിരിയാൻ വേണ്ടിയിട്ട് ഈ ഇൽമുൽ കലാമിന് മാത്രം ഇൽമുൽ കലാം എന്ന് പേര് വെച്ചു. ഇപ്പം കലാം എന്ന അർത്ഥത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏത് ഇൽമും കലാം തന്നെയാണല്ലോ. പക്ഷേ അതൊരു ലഖബ അലമായി വന്നത് ഇതിന് മാത്രമാണ് എന്ന്. ഇനി ഇൽമുൽ കലാം എന്ന് വേറെ അറിവിനൊന്നും പറയപ്പെടുകയില്ല. വലി അന്നഹു ഇന്നമാ യതഹഖഖു, ഈ ഇൽമുൽ കലാം ഉണ്ടായിത്തീരുന്നത്, യതഹഖഖു എന്ന് പറഞ്ഞാൽ യൂജദൂൻ, എത്തിക്കപ്പെടുക, ബിൽ മുബാഹസത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹ്സ് ചെയ്യലിലൂടെയാണ്. അപ്പോൾ പരസ്പര ചർച്ചയിലൂടെയാണ് ലഭിക്കുന്നത്. വ ഇദാറത്തിൽ കലാം, അദാറ യുദീറു ഇദാറത്ത്, അഫ്അല ബാബാണ്, അതിൻ്റെ മുഅത്തലായ ഫീലാണ്. അഫഅല ബാബിൽ നിന്ന് മുഅത്തലായ അഫഅല ബാബിൻ്റെ മസ്തറിൽ ഒരു താഴ് കൊടുക്കണം. അദാറ യുദീറു ഇദാറത്ത്, അഖാമ യുഖീമു ഇഖാമത്ത്, ആ രീതിയിൽ ഒരു താഴ് വരും. അതാണ് ഇദാറത്ത് എന്ന് പറഞ്ഞത്. അദാറ, ദാറയുടെ മുത്താദ്ദിയാണ് അദാറ. ദാറ കറങ്ങി, അദാറ കറക്കി. അപ്പോൾ ഇദാറത്തുൽ കലാം, കലാമിനെ കറക്കുക, മിനൽ ജാനിബൈനി, ഇരു ഭാഗങ്ങളിൽ നിന്നും. ഇപ്പോൾ രണ്ട് വശം, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ എന്തുണ്ടാവും? ഇദാറത്തുൽ കലാം ഉണ്ടാവും. വഗൈറുഹു, ഈ ഇൽമുൽ കലാമല്ലാത്ത അറിവ് ഖദ് യതഹഖഖു, ഉണ്ടാകുന്നതാണ്, ബിത്തഅമ്മുലി, ആലോചനയിലൂടെയും, വമുതാലഅത്തിൽ കുതുബി, ഗ്രന്ഥപാരായണത്തിലൂടെയും. അപ്പോൾ എന്താ, ഇൽമുൽ കലാം അങ്ങനെ കിട്ടൂല. ഒരു വായിച്ചിട്ട് മനസ്സിലാക്കാനോ ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടുന്നതോ അല്ല. മറ്റുള്ള അറിവുകൾ നമുക്ക് ആലോചിച്ചിട്ടും അതുപോലെ കിതാബ് വായനയിലൂടെയും ലഭിക്കുന്നതാണ് എന്ന്. ഇന്നലത്തെ ബാക്കിയാണല്ലോ പറയുന്നത്. ഇൽമുൽ കലാം എന്നുള്ള പേര് വരാനൊക്കെ ഉള്ള കാരണമാണല്ലോ പറയുന്നത്. വലി അന്നഹു അക്സറുൽ ഉലൂമി, മാത്രമല്ല ഇൽമുൽ കലാം കൂടുതൽ, അറിവിൽ നിന്ന് കൂടുതലായതാണ്. ഖിലാഫൻ, അഭിപ്രായ വ്യത്യാസം, വ നിസാഅൻ, തർക്കം. അപ്പോൾ ഖിലാഫും നിസാഉം കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയവുമാണ് ഇൽമുൽ കലാം. അപ്പോൾ ഫയഷ്തദ്ദു, ആവശ്യമായി വരും, ഇഫ്തിഖാറുഹു, അതിൻ്റെ ആവശ്യകത കടുപ്പമാവും. ഫയഷ്തദു, ഷദീദാകും, ഇഫ്തിഖാറുഹു, അതിൻ്റെ ആവശ്യകത. ഏത്? ഈ ഇൽമുൽ കലാമിൻ്റെ എവിടത്തേക്കുള്ള ആവശ്യകത? ഇലൽ കലാം, സംസാരത്തിലേക്ക്. അപ്പോൾ കൂടുതൽ ആവശ്യം വരുന്നുണ്ട് സംസാരത്തിലേക്ക്. ആരോടുകൂടിയുള്ള സംസാരം? മഅൽ മുഖാലിഫീന, എതിരാളികളോട്. വറദ്ദി അലൈഹിം, അവരുടെ മേൽ ഗണ്ണിക്കുന്നതിലേക്കും ആവശ്യമായി വരുന്നു. അപ്പോൾ അവരെ ഗണന നടത്തുക. അപ്പം മുഖാലിഫീങ്ങളോടുകൂടെ റദ്ദ് ചെയ്യുക, ഇതിനെല്ലാം കൂടുതൽ കലാം ആവശ്യമായി വരുന്നതാണ്. അതുകൊണ്ടാണ് ഇൽമുൽ കലാം. മാത്രമല്ല വലി അന്നഹു ലി ഖുവ്വത്തി അദില്ലത്തിഹി, ഇൽമുൽ കലാമിൻ്റെ ദലീലുകൾ അത് ശക്തിയുള്ളതിന് വേണ്ടി സാറ ഇൽമുൽ കലാമായി തീർന്നു. കഅന്നഹു ഹുവൽ കലാം, അത് മാത്രമേ കലാമുള്ളൂ എന്നതുപോലെയായി തീർന്നു. അത് മാത്രമേ കലാമുള്ളൂ. ദൂനമാ അദാഹു മിനൽ ഉലൂം, അതല്ലാത്ത മറ്റ് അറിവുകളെ കൂടാതെ.
കമാ യുഖാലു ലിൽ അഖ്വാ മിനൽ കലാമൈനി, രണ്ട് സംസാരങ്ങളിൽ നിന്ന് ശക്തിയുള്ള സംസാരത്തിന് പറയപ്പെടും ഹാദാ ഹുവൽ കലാം, ഇതാണോ വർത്താനം, ഇതാണ് കലാം എന്ന് പറയാറുണ്ട്. അപ്പോൾ വേറെ ഒന്നും കലാമില്ല എന്ന് പറയാറുണ്ട്. അതപ്പോൾ പരിപൂർണമായ കലാമാകുമ്പോൾ. വലിയ അന്നഹു ലിബ്തിനാഇഹി ഇൽമുൽ കലാമിനെ എടുക്കപ്പെട്ടതിന് വേണ്ടിയും അലൽ അതില്ലത്തിൽ ഖത്ഇയ്യ ഗണ്ണിതമായ തെളിവുകളുടെ മേൽ. അപ്പോൾ ഇൽമുൽ കലാം സാധാരണ ഒരു ഇഖ്നാഇയായ ഒരു തെളിവൊന്നും പോരാ, പറഞ്ഞ് തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ എന്താകണം? അത് ഗണ്ണിതമായിരിക്കണം, തെളിവ് ഗണ്ണിതമായിരിക്കണം. അതാ എങ്ങനത്തെ ഗണ്ണിതമായ തെളിവുകൾ? അൽ മുഅയ്യദി അക്സറുഹ, അതിൽ നിന്ന് ബഹുഭൂരിഭാഗവും ശക്തമാക്കപ്പെട്ടിട്ടുണ്ട് ബിൽ അതില്ലത്തി അസ്സമഇയ്യത്തി. അപ്പോൾ അതില്ലത്ത് ഖത്ഇയ്യത്ത് ഏതാ? അതില്ലത്ത് ഖത്ഇയ്യത്ത് അഖ്ലിയായ തെളിവുകളാണ്. അതിനെ എന്തുകൊണ്ട് ശക്തമാക്കപ്പെട്ടിട്ടുണ്ട്? സമഇയായ തെളിവുകൾ കൊണ്ട്. അതേതാ സമഇയായ തെളിവ്? മങ്കൂലായ തെളിവുകൾ, ഖുർആനി ഹദീസാണത്. അങ്ങനെ ആയപ്പോൾ കാന അശദ്ദൽ ഉലൂമി തഅ്സീറൻ ഫിൽ ഖൽബി, ഈ അറിവുകളുടെ കൂട്ടത്തിൽ കൂടുതൽ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുന്നതായി തീർന്നു. ഫലം സൃഷ്ടിക്കുക, തഅ്സീർ ഫലം സൃഷ്ടിക്കുക. അതിൽ കാന ഇല്ല അല്ലേ? കാന ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാന കൂടിയാണ് നല്ലത്. കാരണം നേരത്തെ ഇല്ലത്ത് നേരത്തെ പറഞ്ഞു വലി അന്നഹൂൽ ഇബ്തിനായി, അങ്ങനെ ആയതിനാൽ കാന അതായി തീർന്നു, ആ ഇൽമായി തീർന്നു അഷദ്ദൽ ഉലൂമി തഅ്സീറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ കൂടുതൽ സ്വാധീനവും ഉണ്ടാകുന്നതും വതഗൽഗുലൻ ഫീഹി, ഹൃദയത്തിൽ കൂടുതൽ പ്രവേശിക്കുന്നതുമായി തീർന്നു. ഈ തഗൽഗല ദഖല രണ്ടും തമ്മിൽ വ്യത്യാസം. തഗൽഗല എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹൃദയത്തിൻ്റെ വശങ്ങളിൽ പറ്റിപ്പിടിക്കുന്ന രീതിയിൽ രൂഢമൂലമാവുക എന്നൊക്കെയുള്ള അർത്ഥമാണ് തഗൽഗലയ്ക്കുള്ളത്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. കലാമി, ആ അറിവിന് പേര് വെക്കപ്പെട്ടു ബിൽ കലാമി, അൽ കലാം എന്ന് പേര് വെക്കപ്പെട്ടു. എങ്ങനത്തതായ അൽ കലാമാണ്? അൽ മുസ്തഖി മിനൽ കൽമി, കൽമിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടത്. കൽമിൽ നിന്നാണ്. കലമയക്കിലിമു കൽമ്, കൽമ് എന്ന് പറഞ്ഞാൽ എന്താ? വഹുവൽ ജർഹു, മുറിവേൽപ്പിക്കുക എന്നാണ്. മുറിവേൽപ്പിക്കുക എന്ന അർത്ഥത്തിനുള്ള കൽമിൽ നിന്നാണ് കലാമിനെ പിടിച്ചത്. അതെവിടെ പറയുന്നുണ്ട്? ഇബ്നു മാലിക് തൻ്റെ അൽഫിയയിൽ വഹീദുഹു കാലിമത്തുൻ വൽ ഖൗലു അം വകിൽമത്തുൻ ബിഹാ കലാമുൻ ഖദ് യുഅം. അവിടെ ശരിക്ക് പിന്നെ ഷറഹ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കലാം എന്നുള്ളത് വഹുവ മിനൽ കൽമി ഐ അൽ ജർഹി എന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. വഹാദാ ഹുവ കലാമുൽ ഖുദമായി, ഇത് ഖുദമാഇൻ്റെ കലാമാണ്. ഈ പറഞ്ഞത് ഖുദമാഇൻ്റെ കലാമാണ്, പൂർവികരുടെ. വ മുഅ്ളമു ഖിലാഫിയാതിഹി, ഈ ഇൽമുൽ കലാമിൻ്റെ ഖിലാഫുകളിൽ നിന്ന് ബഹുഭൂരിഭാഗവും, മുഅ്ളമ് എന്ന് പറഞ്ഞാൽ അക്സർ എന്ന് മാന, അക്സർ ജുല്ല് എന്ന് പറയും. ജുല്ല് മാൽ ഫിറഖിൽ ഇസ്ലാമിയ, മുസ്ലിം വിഭാഗങ്ങളോടുകൂടെ തന്നെയാണ്. ഇസ്ലാമിൻ്റെ നാമത്തിലുള്ളതായ വിഭാഗങ്ങൾ, ഫരീഖ്, ഫിറഖ് അങ്ങനെ പറയാം, ടീമുകൾ. ഖുസൂസൻ അൽ മുഅ്തസില, വിശിഷ്യ മുഅ്തസിലത്തിനോടാണ്. അപ്പം നേരത്തെ നമ്മൾ ബൈലാവിയൊക്കെ എടുക്കുന്ന സമയത്ത് എന്തിനാണ് അവരുടെ കാര്യങ്ങൾ കൂടുതലായി കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഷറഉൽ അഖായിദിലും അങ്ങനെ തന്നെയായിരിക്കും, കൂടുതൽ മുഅ്തസിലത്തിന്. എന്തിനാണ് ഈ മുഅ്തസിലത്തിനെ കൂടുതലായി പ്രതിപാദിക്കപ്പെടുന്നതായിട്ട് കാണുന്നത്? ഇത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ നവീന ആശയക്കാരോട് എതിരിടാനും അവരുടെ വാദത്തെ ഗണ്ണിക്കാനൊക്കെ കഴിയും. അതാ അന്നഹും, കാരണം ആ മുഅ്തസിലത്താണ് അവ്വലു ഫിർഖത്തിൻ, ആദ്യത്തെ വിഭാഗം ആളുകൾ, അസ്സസു അടിസ്ഥാന വാരമിട്ട ഖവായിദുൽ ഖിലാഫി, ഖിലാഫിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അതിൻ്റെ ഖായിദകൾ, നിയമങ്ങളെ ആവിഷ്കരിക്കുകയും അതിന് അടിത്തറവാകുകയും ചെയ്തവരവരാണ്. ഖിലാഫിൻ്റെ ഇവിടെ ഇസ്ലാമിക ലോകത്ത് സമവായത്തോടുകൂടെ അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം അതിനൊക്കെ പുഴുക്കുത്ത് വീഴ്ത്തിയത് അവരാണ്. അത് എന്തിനാണ് അവരെതിരായത്? എന്തിനുള്ള ഖിലാഫിൻ്റെ കായിദകൾ എതിര്? ലിമാ, ഒന്നിന് എതിര്. വറദബിഹി, ആ ഒന്നുകൊണ്ട് വന്നിട്ടുണ്ട് ലാഹിറു സുന്നത്തി, സുന്നത്തിൻ്റെ ലാഹിർ. അപ്പോൾ ലാഹിറു സുന്നത്ത് ഹദീസിൽ പ്രത്യക്ഷമായി വന്നതായ ഒന്നിനെതിരായിട്ട് ആദ്യമായി അവരാ പറയാൻ തുടങ്ങിയത്. വജറ അലൈഹി ജമാഅത്തു സഹാബ, വറദനോട് അത്ഫ്, ലാഹിറു സുന്നത്ത് വരികയും വജറ അലൈഹി അതിൻ്റെ മേൽ നടക്കുകയും ചെയ്തിട്ടുണ്ട് ജമാഅത്തു സഹാബത്തി, സഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ ഫി ബാബിൽ അഖായിദി, അഖീദയുടെ ബാബിൽ. അപ്പോൾ അഖീദയുടെ വിഷയത്തിൽ സഹാബത്ത് ജാരിയായ ഹദീസ് സുന്നത്ത് വാരിദായ ഒന്നിന് എതിരായിട്ട് ആദ്യമായി നിയമങ്ങൾ കൊണ്ടുവന്നത് അവരാണ് എന്ന്. സുമ്മ ഇന്നഹും,
പിന്നീട് അവർ മുഅ്തസിലത്ത് തവഗലു അവർ വല്ലാണ്ട് ആഴ്ന്നിറങ്ങി ഫി ഇൽമുൽ കലാമി ഇൽമുൽ കലാമിൽ വതശബ്ബസു അവർ പിടിച്ചു തൂങ്ങി ബി അദിയാലിൽ ഫലാസിഫ തത്വശാസ്ത്രജ്ഞന്മാരുടെ കോന്തലകളെ പിടിച്ചു തൂങ്ങി. ദൈല് അദിയാല് തശബ്ബസ പിടിച്ച് തഅല്ലഖ ഫൽസഫി ഫലാസിഫത്ത് ഫി ആരാണ് ഫലാസിഫത്ത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഫി കസീരി മിനൽ ഉസൂൽ ധാരാളം നിയമങ്ങളിൽ അവരുടെ വാല് പിടിച്ചിട്ടാണ് ഇവർ തൂങ്ങിയത്. വഷാ മദ്ഹബും അവരൊരു സൈസ് യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഈ ഫലാസിഫത്തിൻ്റെ ഫൽസഫ എന്ന് പറയുന്നത് അധികവും ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങളുള്ളവരായിരിക്കും. വഷാ മദ്ഹബുഹും അവരുടെ അഭിപ്രായങ്ങൾ പ്രചരിച്ചു ഫീമാ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ. ഇലാ അങ്കാല ഷെയ്ഖ് അബുൽ ഹസനുൽ അഷ്അരി എത്രത്തോളം അബുൽ ഹസനുൽ അഷ്അരി ഷെയ്ഖ് അബുൽ ഹസനുൽ അഷ്അരി പറഞ്ഞു ലി ഉസ്താദിഹി അബി അലിയുൽ ജുബായി അദ്ദേഹത്തിൻ്റെ ഉസ്താദായ അബു അലിയുൽ ജുബായിയോട് പറഞ്ഞു മാ നഖൂലു മാ തഖൂലു നിങ്ങളുടെ അഭിപ്രായം എന്താ ഫി സലാസത്തി ഇഖ്വ മൂന്നാളുകളുടെ വിഷയത്തിൽ മാ തഅഹദും അയാളിൽ ഒരാൾ മരിച്ചു മുത്തിയാൻ അനുസരണയുള്ളവനായിട്ട് മരിച്ചു, നല്ലവനായി മരിച്ചു. വല്ലാഹറു മറ്റേയാൾ മരിക്കുന്നത് ആസിയൻ കുറ്റം ചെയ്തവനായിട്ടാണ്. വസാരിസ് മൂന്നാമത്തെ മരിക്കുന്നത് സ്വഗീറൻ ചെറിയ ആളായിട്ടാണ്, ചെറുപ്പത്തിലേ മരിച്ചു പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്. ഈ മൂന്നാളുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുന്നു. ആരോട്? അബു അലിൽ ജുബായിനോട്. ഈ അബുൽ ഹസൻ അശ്ശരി ആദ്യമാരാ മുഅ്തസിലത്തിന്റെ വലിയ നേതാവാണ്. പിന്നീട് 40 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് വന്നത്. മുഅ്തസിലത്തിന്റെ എല്ലാ വാദഗതികളെയും ഗണ്ണിച്ച് ശക്തമായി അതിനെ ബാത്തിലാക്കിയിട്ടാണ് അബുൽ ഹസൻ അശ്ശരി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാവായി മാറുന്നത്. അവിടെ നിന്ന് മുതലാണ് അശാഇറത്ത് അശ്ശരി തരീഖത്ത് വിശ്വാസപരമായിട്ടുള്ള ഇമാമായി മാറുന്നത് തന്നെ അങ്ങനെയാണ്. ഫഖാല അപ്പോൾ അബു അലി പറഞ്ഞു ഇന്നൽ അവ്വല മുത്തിഅ് യുസാബു ബിൽ ജന്ന സ്വർഗം കൊണ്ട് അയാൾക്ക് സവാബ് നൽകപ്പെടും. വസാനി ആഷി യുആഖബു മിനാർ നരകം കൊണ്ട് ശിക്ഷിക്കപ്പെടും. വസാലിസ കുട്ടി ലാ യുസാബു വലാ യുആഖബു അയാൾക്ക് സവാബും ഇല്ല ഇഖാബും ഇല്ല എന്ന് പറഞ്ഞു. ഖാലൽ അശ്ശരി പറഞ്ഞു. അപ്പോൾ അശ്ശരി തിരിച്ചു ചോദിക്കുകയാണ് അബു അലിൽ ജുബായിയോട് ഉസ്താദിനോട്. ഫൈൻകാല സാലിസു മൂന്നാമത്തവൻ ചോദിക്കുകയാണ് യാ റബ്ബ് ഓ റബ്ബേ ലിമാമത്തനി സഗീറ നീ എന്തിനാ എന്നെ ചെറുപ്പത്തിലെ മരിപ്പിച്ചാളിഞ്ഞ് ഒമാ അബുഖൈത്തനി ഇലാ അൻ അക്ബുറ ബെൽദ എന്നവരെ നീ എന്തേ എന്നെ ബാക്കിയാക്കാതിരുന്നത്? ഫഊമിന ബിക്ക അങ്ങനെ ബാക്കിയാക്കിയെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് വിശ്വസിക്കാമായിരുന്നല്ലോ. ഓ ഉത്തിയാക്ക എനിക്ക് ഒരു മുത്തി ആയിട്ട് ജീവിക്കാമായിരുന്നല്ലോ. ഫഅദ്ഖുലൽ ജന്ന അപ്പോൾ സ്വർഗത്തിനും കടക്കൂലേ? എന്തുകൊണ്ട് നീ എനിക്ക് അവസരം തന്നിട്ടില്ല എന്ന് ആ കുട്ടി ചോദിച്ചാൽ ഫഖാല അപ്പോൾ അബു അലി പറഞ്ഞു യഖൂലു റബ്ബു റബ്ബ് ഇങ്ങനെ പറയും നീ കുന്താലും എനിക്കിന്നെ അറിയായിരുന്നു മിങ്ക നിന്നെക്കുറിച്ച് എനിക്ക് അറിയായിരുന്നു അന്നക്ക ലൗ കബുർത്ത നീ കബീറായാൽ ലാ അസൈത്ത തെറ്റ് ചെയ്തിട്ട് ഫദഖൽ തന്നാറ നരകത്തിൽ കടക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഫക്കാനൽ അസ്ലഹുലക്ക അപ്പം നിനക്ക് ഏറ്റവും പറ്റിയത് അന്തമൂത്ത സഹീറൻ ചെറുതായിട്ട് തന്നെ മരിക്കലല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ചെറുപ്പത്തിലെ മരിപ്പിച്ചത് എന്ന് അള്ളാഹു പറയുമെന്ന് ആര് പറഞ്ഞു? അബുൽ ഹസൻ അശ്ശരിയുടെ ചോദ്യത്തിന് തൻ്റെ ഉസ്താദായ അബു അലി പറഞ്ഞു. ഖാലൽ അശ്ശരി ചോദിച്ചു, തിരിച്ചു ചോദിച്ചു ഫൈൻകാല സാനി എന്നാൽ പിന്നെ കാഫിറായി മരിച്ച ചത്തോന് ഓന് ചോദിച്ചു അള്ളഹാനോട് യാ റബ്ബി ലിമലം തുമിത്തിനി സഹീറൻ എനിക്ക് എന്നെ ചെറുപ്പത്തിലെ മരിപ്പിച്ചുകൂടായിരുന്നോ? അല്ല ആശിയ ഞാൻ തെറ്റ് ചെയ്യാതിരിക്കാൻ ഫല അദ്ഖുലന്നാർ നരകത്തിൽ കടക്കാതിരിക്കാനും മാതാ യഖൂലു റബ്ബു അപ്പോൾ റബ്ബെന്താ പറയാ എന്ന് ചോദിച്ചു. ഇങ്ങനെ രണ്ടാമത്തെ കാഫിറായി ചത്തോന് അള്ളഹാനോട് ചോദിച്ചാൽ ആ റബ്ബ് എന്താണ് മറുപടി പറയുക? അപ്പോൾ ഫബുഹിത്തൽ ജുബ്ബായിയു എന്താ അർത്ഥോ? ജുബ്ബായിക്ക് ഉത്തരം മുട്ടി. ജുബ്ബായി എന്ന് പറയുന്ന മുഅ്തസിലിയായ ഉസ്താദ് ഇനി ഉത്തരം മുട്ടി. ഓ തറക്കൽ അശ്ശരിയു അപ്പോൾ അശ്ശരി ഇങ്ങനെ ചോദിച്ച് അപ്പോൾ അന്ന് അശ്ശരി ആരാണ്? മുഅ്തസിലിയായ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ മനോമുകുരങ്ങളിൽ വന്ന ഒരു സംശയത്തിന് മറുപടി ചോദിച്ചപ്പോൾ അവിടെ ഉസ്താദ് ഉത്തരം മുട്ടിയപ്പോൾ അശ്ശരി ഇമാമ് മാറി ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. അതാണ് തറക്കൽ അശ്ശരിയു മദ്ഹബഹു അശ്ശരി ഉസ്താദിൻ്റെ മദ്ഹബിനെ ഒഴിവാക്കി. വഷ്തഗലഹുവ അശ്അരിയും വമൻ തബിയോ തൻ്റെ താബിഈങ്ങളും ശുഗലിലായി ബീബിതാലി റഈൽ മുഅ്തസിലത്തിൻ്റെ അഭിപ്രായത്തിനെ ഓരോന്നെടുത്ത് ബാത്തിലാക്കൽ കൊണ്ട് ശുഗലിലായി. വൈസ്ബാത്തിമ ഒന്നിനെ സ്ഥിരപ്പെടുത്താനും വറദത്ത് ബിഹി ആ ഒന്നിനെ കൊണ്ടുവന്നിരിക്കുന്നു സുന്നത്തു ഹദീസ് വമല അലൈഹി ആ ഒന്നിൻ്റെ മേൽ കഴിഞ്ഞു കടക്കുകയും ചെയ്തിട്ടുണ്ട് ജമാഅത്തു സ്വഹാബത്ത്. ഫസുമ്മു അങ്ങനെ അബുൽ ഹസൻ അശ്ശരിക്കും തൻ്റെ താബിയങ്ങൾക്കും പേര് വെക്കപ്പെട്ടു അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പേര് വെച്ചു. അപ്പോൾ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ള പേര് അത് പുതിയ പേരാ, അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല, അത് പിന്നീട് വന്ന പേരാണ്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ള പേര് ആർക്കുള്ളതാണ്? ഹദീസിൽ എന്താണോ വന്നത്, പ്രമാണത്തിൽ എന്താണോ വന്നത് അതിനോട് യോജിച്ച് നീങ്ങുന്നതായ ആളുകളെ കുറിച്ചാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പേര് വന്നത്.
അപ്പോൾ മുഅ്തസിലത്ത് ഒക്കെ വന്നപ്പോൾ പിന്നീട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ലേബിൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് സുന്നി എന്ന് വന്നത്. അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇസ്ലാമിന് ഹദീസിലും ഖുർആനിലൊക്കെ ഉള്ളത് മുസ്ലിം ഇസ്ലാം എന്നാണ്, സുന്നി ഒന്നും എവിടെയും ഇല്ല. പിന്നെ ആ പേര് വന്നത് എന്താ, പല വിഭാഗവും ഇസ്ലാമിൻ്റെ പേരുമായിട്ട് വന്നപ്പോൾ നമുക്കൊരു തിരിച്ചറിവിന് വേണ്ടി, തമ്മീസിന് വേണ്ടിയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന പേര് വന്നത്. ഇന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ അബുൽ ഹസനുൽ അശ്ശരിയും അവരുടെ താബിഈങ്ങളും അബൂ മൻസൂറുൽ മാതുരീദിയും അവരുടെ താബിഈങ്ങളും അവരാണ് ഇന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. ആ അഖീദയുടെ 2 ഇമാമിങ്ങളാണ് അവർ. മദ്ഹബിൻ്റെ 4 ഇമാമിങ്ങളുള്ളതുപോലെ അഖീദയുടെ വിഷയത്തിൽ 2 ഇമാമിങ്ങളാണുള്ളത്. ഞങ്ങൾ പിന്നെ താബിഈങ്ങളാകുന്ന അംഗീകരിക്കുന്നത് അബുൽ ഹസനുൽ അശ്ശരി ഇമാമിൻ്റെ മദ്ഹബാണ്. പിന്നെ ഇത് രണ്ടും എന്താ തമ്മിൽ വ്യത്യാസം? പല വിഷയങ്ങളിലും വ്യത്യാസമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തക്വീൻ എന്നുള്ള സിഫത്തിനെ പിന്നെ മാതുരീദിയത്ത് ഇസ്ബാത്ത് ചെയ്യുമ്പോൾ പിന്നെ അശാഇറത്ത് പറയുന്ന അങ്ങനെ ഒരു തക്വീൻ എന്ന് പറയുന്ന സിഫത്തില്ല എന്ന്. അതൊറ്റൊരു മിസാല് മാത്രമാണ്. അതിൻ്റെ എല്ലാ മാറ്റങ്ങളും അശാഇറത്തും മാതുരീദിയത്തും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്കൊരു നോട്ട്സ് തന്നെ തരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. 2 പേരും തമ്മിൽ വ്യത്യാസം എന്നാലോ അത് രണ്ടും ശരി തന്നെയാണ്. 4 മദ്ഹബും ശരിയാണല്ലോ. മദ്ഹബിൽ ഇഖ്തിലാഫ് ഉണ്ടെങ്കിലും ഫുറൂഇയായ വിഷയങ്ങളിൽ ഇഖ്തിലാഫ് ഉണ്ടെങ്കിലും ഇത്തരം വിഷയത്തിൽ ഇഖ്തിലാഫ് ഉള്ളതിനോടുകൂടെ തന്നെ ഈ 2 മദ്ഹബും എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. അത് സ്വർഗത്തിനെയും പഠിച്ചത് അല്ല തന്നെയാണ്, അതേ അല്ല തന്നെയാണ് നരകത്തിനെയും പഠിച്ചത്. സവാബ് പഠിച്ച അല്ല തന്നെയാണ് ഇഖാബിനെയും പഠിച്ചത്. ഖൈർ പഠിച്ച അല്ല തന്നെയാണ് ഷർറിനെയും പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം പഠിക്കാൻ അധികാരമുള്ള അള്ളാഹു ആരെ അതിൽ കടത്തണമെന്ന് അവൻ നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമത്തിനനുസരിച്ചുകൊണ്ട് നീങ്ങിയിട്ടില്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. നിയമത്തിനനുസരിച്ചുകൊണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ അത് സവാബ്. പിന്നെ എന്താണ്? അപ്പോൾ ഇതെല്ലാം അള്ളാഹു വിധിക്കുന്നു, അള്ളാഹു ചെയ്യിപ്പിക്കുന്നു. അള്ളാഹു ഖലഖക്കും വമാ തഅമലൂൻ. നമ്മൾ അമലിനും പഠിച്ച അള്ളയാണ്. പഠിച്ചു എന്നുള്ള നിലക്ക് അതിനോട് തൃപ്തി ഉണ്ടാകണമെന്നൊന്നും ഇല്ല. മുരീദുൽ ഖൈരി വശർരിൽ ഖബീഹി വലാകിൻ ലൈസ യർദാ ബിൽ മുഹാലി. ഖൈറും ഷർറും ഉദ്ദേശിക്കുന്നവനാണ് അള്ളാഹു, മുരീദാണ്. പക്ഷേ വലാകിൻ ലാ യർദാ ബിൽ മുഹാലി, ഷർറിനെ അള്ളാഹുവിന് തൃപ്തിയില്ല എന്നൊക്കെ നമുക്ക് ബദുഉൽ അമാലിലൊക്കെ കാണാൻ വേണ്ടി കഴിയും. അതൊരു വലിയൊരു ചർച്ചയാണ് ഈ വിഷയത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്താക്കണ്ട, ഇൽമുൽ കലാമിൽ കൂടുതൽ പ്രവേശിക്കണ്ട, ഖദർ ഖദായിനെ കുറിച്ച് കൂടുതൽ ചർച്ചയിലേക്ക് കടക്കണ്ട. അങ്ങനെ കടന്നവരാണ് ഖദരിയാക്കൾ എന്ന് പറയുന്ന ഇസ്ലാമിലെ അവാന്തര വിഭാഗത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം, പിഴച്ചുപോയ ആളുകളാണ്. അപ്പം നമുക്ക് കൂടുതൽ അതിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അന്തം കിട്ടൂല. മന്തിക്ക് പഠിക്കൽ ഹറാമാണെന്ന്. അതെന്താ? അത് ഫൽസഫയിലൂടെ മുഖ്തലിത്തായ ഫൽസഫയെക്കുറിച്ചാണ്, പിന്നെ മന്തിക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നീട് ഇമാം ഗസാലിയെ പോലത്തെ മഹാന്മാർ വന്നിട്ട് തജ്രീദുൽ മന്തിക്ക് മിനൽ ഫൽസഫയും മന്തിക്കും തമ്മിൽ വേർതിരിച്ചിട്ട് ശുദ്ധമായ മന്തിക്കിനെയൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം മന്തിക്കുകൾ, അപ്പോൾ അഥവാ ഇന്ന് നമുക്ക് ലഭിക്കുന്ന മന്തിക്ക് പഠിക്കൽ ഹറാമൊന്നുമില്ല. മുൻകാലഘട്ടങ്ങളിൽ മന്തിക്ക് പഠിക്കൽ തെറ്റി എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അത് ഫൽസഫ കടന്നുകൂടിയതാണ്. അതുപോലെ തന്നെ ഇലാഹിയാത്ത് പോലത്തതായ വിഷയങ്ങൾ, ഫൽസഫ കടന്നുകൂടിയ വിഷയങ്ങൾ, പിന്നെ ഇൽമുൽ കലാം, അതൊന്നും പഠിച്ചുകൂടാ എന്നാണ് പറഞ്ഞത്. അതുമല്ല, നമ്മളിപ്പോൾ ശരിയായ ഇൽമുൽ കലാമിൽ തന്നെ ചില വിഷയങ്ങളിൽ ഇഖ്തിയാർ പോലത്തതായ വിഷയങ്ങൾ, അതുപോലെ അള്ളാഹുവിൻ്റെ ഖദർ ഖദാ പോലത്തതായ വിഷയങ്ങൾ അത് പഠിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഖദർ ഖദായിനെ കുറിച്ചിട്ട് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് കവിഞ്ഞതായ ആലോചനകൾ വരുമ്പോൾ നാസ്തികന്മാരും ദൈവനിഷേധികളും പിന്നെ എക്സ് മുസ്ലിമെല്ലാം ആകേണ്ടി വരും. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നിട്ട് അങ്ങനെ ഇസ്ലാമിന് പുറത്തുപോയ ആളുകൾ എടുക്കലെന്താ ലാസ്റ്റ് നോക്കുമ്പോൾ ഒന്നും ഇല്ലാണ്ടായി. നല്ലൊരു യുക്തിയുള്ള ഒരു സുന്നി ഉസ്താദിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ വാദങ്ങൾ മുഴുവനും അത് ഐസ് പോലെ ഉരുകുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ ഒരുപാട് കാലം നാസ്തികനായി ജീവിച്ച മുഅല്ലിമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്താ അവരുടെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല. അയാൾ ഇസ്ലാമിലേക്ക് വീണ്ടും തിരിച്ചു വന്നല്ലോ, അയ്യൂബ് മൗലവി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതിനൊന്നും അർത്ഥമില്ല. നമ്മളൊരു പിന്നെ പ്രമാണത്തിനനുസരിച്ച് കൊണ്ട് ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പോകുമ്പോൾ ആ ചട്ടക്കൂട് നമ്മളോട് എന്താണോ നിർദ്ദേശിക്കുന്നത്, ഇന്നത് കൂടുതൽ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞാൽ അതും ഇസ്ലാമിൻ്റെ നിയമമാണ്. മറ്റ് ചിന്തിച്ചിട്ട് തന്നെ നമ്മളെന്താക്കണം, ഒരു മുഅ്മിനാകണം, നമ്മളെ ഫിക്ർ ചെലവഴിക്കണം. എന്നിട്ട് പ്രമാണങ്ങളുടെ പിൻബലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് ഇലാഹായ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, ഇറാദത്തിനെ കുറിച്ചിട്ടും അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചും അവൻ്റെ ഖദാസത്ത്, നസാഹത്ത്, തഹാറത്തിനെ കുറിച്ചിട്ടും നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. പിന്നെ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ.
അപ്പോൾ ആലോചിക്കണം, ചിന്തിക്കണം. അപ്പോൾ ചിന്തിക്കേണ്ട വിഷയത്തിൽ ചിന്തിക്കണം, ചിന്തിക്കാൻ പറ്റാത്ത വിഷയത്തിൽ ചിന്തിക്കരുത്. അപ്പോൾ എല്ലാറ്റിനും നമ്മളുടെ പ്രത്യക്ഷമായ പ്രവർത്തനങ്ങൾക്ക് വേലിക്കെട്ടുകൾ സൃഷ്ടിച്ചതുപോലെ നമ്മളുടെ അഖിലിൻ്റെ ചിന്താഗതികൾക്കും വേലിക്കെട്ടുകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. ആ വേലിക്കെട്ടുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കണം. കാട് കയറിയ ചിന്ത, ഔഹാം ഖയാലാത്തുകൾക്ക് ചാൻസ് കൊടുക്കുക, അതൊന്നും പറ്റൂല എന്നുള്ളത് തന്നെയാണ്. എല്ലാം ചോദ്യത്തിനും മറുപടി പറയാനില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞേ, എൻ്റെ അടുക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർ പറഞ്ഞത് എന്താ, രണ്ട് വിധത്തിലുള്ള ഇൽമുണ്ട്. ഒരു വിധത്തിലുള്ള ഇൽമ് ഫബസസ്തുഹു ഇലൈക്കും, ഞാൻ നിങ്ങളോട് പ്രചരിപ്പിച്ചു തരുന്നു. മറ്റേ അറിവ് ലൗ ബസസ്തുഹു, ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു തരികയാണെങ്കിൽ ലഖതഅതും ഹുൽകൂമി, നിങ്ങൾ എൻ്റെ കഴുത്ത് വെട്ടുമായിരുന്നു. അതുകൊണ്ട് അത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, ഞാൻ അത് പറഞ്ഞു തരൂല. അതുമല്ല, അർഹരായ ആളുകൾക്ക് മാത്രമേ ഇൽമിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അനർഹരായ ആളുകൾ എല്ലാ വിഷയങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റൂല. അങ്ങനെയുണ്ടല്ലോ. ഇത്തരം വിഷയങ്ങൾ സ്ഥിരപ്പെടുത്തിയെങ്കിലേ ഇസ്ലാമിന് നിലനിൽപ്പുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പം മുഅ്തസിലത്തിൻ്റെയൊക്കെ വാദം കാണുന്നില്ലേ, നമ്മളെ ഇസ്ലാമിലെ വിഭാഗങ്ങൾ തന്നെയാണല്ലോ മുഅ്തസിലത്ത്. അവർ തന്നെയാണല്ലോ പറയുന്നത് അള്ളാഹുവിന് കളവ് അറിയുക, അതുപോലെ തന്നെ അള്ളാഹു നീതിമാനായി, അള്ളാഹുവിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ പിന്നെ ഇബാദത്ത് ചെയ്തവന് കൂലി കൊടുക്കലാണ്, അതുപോലെ പിന്നെ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കലാണ് എന്നൊക്കെയാണ് അള്ളാഹുവിൻ്റെ നീതി എന്ന്. ആരാണ് അള്ളാഹുവിൻ്റെ നീതിയെ പിന്നെ നിർവചിക്കാൻ വേണ്ടിയിട്ട് മാത്രം വളർന്ന ആളുകൾ ആരാ ഉള്ളത്? ഇല്ല. അപ്പോൾ അവിടെ തന്നെയാണല്ലോ ഇപ്പോൾ നമ്മളെ മുസ്ലിമീങ്ങളെ പിന്നെ ചോദ്യം ചെയ്യുന്നത്. അവിടുത്തെ സ്വർഗം പഠിച്ചതും നരകം പഠിച്ചതും ഞങ്ങളുടെ നന്മ പഠിച്ചതും തിന്മ പഠിച്ചതും അതിനെ ഉദ്ദേശിക്കുന്നവരും എല്ലാം അള്ളാഹുവാണ്. ഒമാ തശാഊന ഇല്ലാ അയ്യഷാ അള്ളാഹ്, നിങ്ങളുടെ മശീയത്ത് തന്നെ അള്ളാഹുവിൻ്റെ മശീയത്തിൻ്റെ മേലെ തവക്കുഫാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതെല്ലാം അള്ളാഹു ആയോടുകൂടെ പിന്നെന്തെന്നാണ് നിങ്ങൾ എന്ത് അള്ളയാണ് എന്ത് ഇസ്ലാമാണെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതിന് ഞങ്ങൾ അതാണ് ഒരു തഹ്കീക്കും തദ്കീക്കും ഒരു സബാത്തും ഇത് അഖീദയുടെ വിഷയത്തിൽ നമുക്ക് വേണം. നമ്മളിപ്പോൾ ഈ ഒറ്റൊരു വിഷയം എടുത്തിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തരും അതിൻ്റെ മാഹൗലും മാസബക്കയും പിന്നെ ലാഹിക്കായതും സാബിക്കായതും എല്ലാം നമ്മൾ പഠിക്കണം. ഇൽമുൽ കലാമിൽ ഒരൊറ്റ ഒരു വിഷയം മാത്രം എടുത്തിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇനി ഇഖ്തിയാറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കുദ്റത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആ അള്ളാഹുവിൻ്റെ വിശാലമായ സാമ്രാജ്യത്വം, അള്ളാഹുവിൻ്റെ അധികാര പരിധിയൊന്നുമില്ല, അധികാരത്തിൻ്റെ വ്യാപ്തി, അത് മനസ്സിലാക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. മാത്രമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ അതെ, രണ്ടു ശരി തന്നെയാണ്. അത് നമുക്ക് അല്ല, അതാ പറഞ്ഞ അടിസ്ഥാനപരമായ വ്യത്യാസമല്ല, ശാഖാപരമായ വ്യത്യാസങ്ങൾ മാത്രമേ ഇത് രണ്ടിൻ്റെ ഇടയിലുള്ളൂ. അടിസ്ഥാനപരമായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് ശരിയാണെങ്കിൽ പിന്നെ മറ്റേത് തെറ്റ് തന്നെയാണ്. അത് ശരിയാണെങ്കിൽ ഇത് തെറ്റി, ഇത് ശരിയാണെങ്കിൽ മറ്റേത് തെറ്റ്, അത് ഉറപ്പല്ലേ അടിസ്ഥാനത്തിൽ. അതേ സ്ഥാനത്ത് ശാഖാപരമായ വീക്ഷണ വ്യത്യാസങ്ങൾ മാത്രമാണെങ്കിൽ അവിടെ നമുക്ക് തെറ്റ് എന്ന് പറയാനില്ല. അത് എല്ലാ വിഷയത്തിലും മുജ്തഹിദീങ്ങൾ ഉള്ളതുപോലെ അഖീദൻ്റെ വിഷയത്തിലും മുജ്തഹിദീങ്ങളുണ്ട്. മുജ്തഹിദിൻ്റെ ലന്നുകൾ അത് നമുക്ക് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ആരെയും പിന്നെ തഖ്ലീദ് ചെയ്യുക, രണ്ടിൽ നിന്ന് ഏതൊരാളെ വേണമെങ്കിലും നമുക്ക് തഖ്ലീദ് ചെയ്യുക. ഇന്നാളെ തന്നെ തഖ്ലീദ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതിൻ്റെ വ്യത്യാസം പറയുമ്പോൾ മാത്രമല്ല, ഞങ്ങൾ പഠിക്കുന്ന ഈ അൽ അഖായിദിൻ്റെ ആള് തന്നെ മാതുരീദിക്കാരനാണ്. ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന കിതാബ് തന്നെ മാതുരീദിയായ ഉമറുൻ നസഫിയുടേതാണ്. മാത്രമല്ല അതിന് വ്യാഖ്യാനം എഴുതിയ പിന്നെ സഅദുദ്ദീൻ തഫ്താദാനി പിന്നെ ആരാണെന്നുള്ളതിൽ ഇഖ്തിലാഫുണ്ട്. പക്ഷേ കൂടുതൽ അറിയപ്പെടുന്നത് മൂപ്പർ അശരി എന്ന് തന്നെയാണ്. മൂപ്പർ പിന്നെ ഈ ഷറഉൽ അഖായിൽ തന്നെ വ്യാഖ്യാനങ്ങൾ എഴുതുന്ന പല സ്ഥലത്തും മാതുരീദിയത്തിൻ്റെ അഭിപ്രായത്തിന് അടിവരയിട്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു കാരണം പറയുന്നത് പിന്നെ മൂപ്പർ മാതുരീദിയായ ഉമറുൻ നസഫിയുടെ കിതാബിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ആ ഇമാമിൻ്റെ അഭിപ്രായത്തെ ബലപ്പെടുത്തുക തന്നെയാണല്ലോ ചെയ്യേണ്ടത് എന്ന നിലക്കാണ് സഅദുദ്ദീൻ തഫ്താദാനി അങ്ങനെ വിശദീകരിക്കുന്നത് എന്നും മൂപ്പർ മദ്ഹബ് അശരി തന്നെയാണെന്നാണ് പറയുന്നത്.